മിസൈലുകൾ അയക്കാതെ തന്നെ ഞങ്ങൾ ലക്ഷ്യം കണ്ടു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാതെ തന്നെ അവരുടെ ആണവ പദ്ധതികളെ പിടിച്ചു നിർത്താൻ തനിക്ക് കഴിഞ്ഞുവെന്നാണ് ഒബാമ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങൾ എത്രത്തോളം സത്യമാണ്? അമേരിക്കൻ നയതന്ത്രം ഇറാനു മുന്നിൽ പതറുകയായിരുന്നു. സ്റ്റീഫൻ കോൾബർട്ടിന്റെ ടോക്ക് ഷോയിലാണ് ഒബാമ തന്റെ ഭരണകാലത്തെ ഇറാൻ ആണവ കരാറിനെ ന്യായീകരിച്ചത്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം പുറത്തെത്തിക്കാനും അവർ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും യുദ്ധമില്ലാതെ തന്നെ തനിക്ക് സാധിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നൂറുകണക്കിന് ആളുകളെ കൊല്ലുകയോ ഹോർമോസ് കടലെടുക്ക് അടച്ചുപൂട്ടുകയോ ചെയ്യാതെ തന്നെ ഞങ്ങളത് സാധിച്ചെടുത്തു എന്നാണ് ഒബാമയുടെ പക്ഷം. എന്നാൽ 2018 ഈ കരാറിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒബാമയെ തിരുത്തി. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ കരാറുകളിൽ ഒന്നാണിതെന്ന് ട്രംപ് തുറന്നടിച്ചു. ഒബാമയുടെ കാലത്ത് 4% താഴെയായിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം ഇപ്പോൾ 60% മുകളിലെത്തി നിൽക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ അഭിപ്രായത്തിൽ ഒബാമയുടെ നയം ഇറാനെ തളർത്തുന്നതിന് പകരം അവർക്ക് കൂടുതൽ സമയം നൽകുകയാണ് ചെയ്തത്. ഇറാൻ എന്ന പശ്ചിമേഷ്യൻ കരുത്തിനെ വരുതിയിലാക്കാൻ അമേരിക്ക പയറ്റിയ 2 വ്യത്യസ്ത തന്ത്രങ്ങളും ഒടുവിൽ ലക്ഷ്യം കാണാതെ പാളുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. യുദ്ധമില്ലാതെ നയതന്ത്രത്തിലൂടെ ഇറാനെ തളയ്ക്കാമെന്ന് വിശ്വസിച്ച ഒബാമയുടെ സോഫ്റ്റ് പവർ നയം ഇറാന് കൂടുതൽ സാവകാശം നൽകുക മാത്രമാണ് ചെയ്തതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. കരാറിൽ നിന്ന് പിന്മാറി ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ച ട്രംപിന്റെ മാക്സിമം പ്രഷർ തന്ത്രമാകട്ടെ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവർ യുറേനിയം സമ്പുഷ്ടീകരണം 60% മുകളിലേക്ക് ഉയർത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ഒബാമയുടെ സമാധാന ചർച്ചകളും ട്രംപിന്റെ ഉപരോധങ്ങളും ഫലത്തിൽ ഇറാനെ ഒരു ആണവ ശക്തിയാക്കുന്നതിൽ നിന്ന് തടയുന്നതിന് പരാജയപ്പെട്ടു എന്നാണ് നിലവിലെ യാഥാർത്ഥ്യം. മിസൈലുകൾ പ്രയോഗിച്ചില്ലെന്ന് ഒബാമ അവകാശപ്പെടുമ്പോഴും ഒടുവിൽ ഇറാൻ കൂടുതൽ കരുത്താർജിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നിഴലിക്കുന്നത്. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ ഒടുവിൽ സ്വയം കുഴിച്ച കുഴിയായി മാറിയോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ശക്തമാണ്.